ഖുർആൻ പഠിക്കാം. ആ ഖുർആൻ പഠിക്കുന്നവരെ പറ്റി പറഞ്ഞു മൻ തഅല്ലമൽ ഖുർആൻ വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ. ഖുർആൻ പഠിച്ചു, ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി, അവന് നാളെ പരലോകത്ത് പ്രത്യേകമായിരിക്കുന്ന ഒരു കിരീടം, അവന് പ്രത്യേകമായ കിരീടം. ആർക്കാ കിരീടം ഉള്ളത്? ഇവൻ പഠിച്ചു, ഇവന്റെ ജീവിതവുമായിട്ട് ആ ആയത്തുകൾ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഞാനൊരു ചെറിയൊരു അനുഭവം കൂടി പറയാം. എൻ്റെ ഉപ്പ എൻ്റെ ഒരു ലേണിംഗ് ക്ലാസ്സിൽ കുറച്ചു കാലം പഠിതാവായിരുന്നു. കുറച്ചു കാലം, ഒരു 4 വർഷമാണ് എൻ്റെ ഓർമ്മ. അപ്പൊ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ ക്ലാസ്സിൽ വന്നിരിക്കാം, ഞങ്ങൾക്കൊന്നും മദ്രസ ക്ലാസ്സിൽ വേണ്ട രൂപത്തിൽ പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ചോദ്യമൊന്നും ചോദിച്ചിരുന്നു ചെയ്യരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഉപ്പ പറഞ്ഞു. ഉപ്പ ക്ലാസ്സിൽ വന്നിരുന്നു. എനിക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഞാൻ ഫാത്തിഹ തുടങ്ങി നാസ്, ഫലക്ക്, അഹദ്, ഇഖ്ലാസ് അങ്ങനെ എടുത്തെടുത്ത് പോയി മാഊനെത്തി. സൂറത്തുൽ മാഊൻ എത്തിയ സന്ദർഭത്തിൽ വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നിങ്ങൾ ആ ആയത്തിന്റെ അർത്ഥം എത്രമാത്രം ചിന്തിച്ചിട്ട് നിങ്ങൾക്കറിയില്ല. ലേണിംഗ് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ അതിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ നോക്കും. ഞാൻ മാഊൻ എന്ന് പറഞ്ഞ പദത്തിന്റെ വിശദീകരണം നോക്കിയപ്പോൾ ഇമാം റാസി ഉൾപ്പെടെ, ഇമാം ഇബ്നു കസീർ ഉൾപ്പെടെ പരോപകാര വസ്തുക്കൾ തടയുന്നവൻ മതനിഷേധിയാണെന്നതിന്റെ അർത്ഥം. അതാണല്ലോ ആദ്യം പറ വിധി. അതിന് പ്രധാനപ്പെട്ടത് പരോപകാര വസ്തു തടയുന്നവൻ മതനിഷേധിയാണെന്നാണ്. പരോപകാര വസ്തുവിന് ചില പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം സൂചി, സൂചി എന്ന് കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. കൊട്ട, കൈക്കോട്ട്, ഇതൊക്കെ പരോപകാര വസ്തുവാണ്. അപ്പൊ എൻ്റെ ഉപ്പ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ വീട്ടിലുള്ള മണല് തരിക്കുന്ന ഒരു തരിപ്പുണ്ട്, അതാർക്കും കൊടുക്കരുത്, അത് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ, എൻ്റെ ഉമ്മനോട് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെക്കണം, കാരണം അതാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കേടാക്കിയിട്ടേ കൊണ്ടുതരും, അതുകൊണ്ട് കൊടുക്കരുത് എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് ഒളിപ്പിച്ചാണ് വെക്കാറുള്ളത് സാധാരണ വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞ ആയത്തെടുത്ത അന്ന് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട്, ഉമ്മയോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ആ മണൽ ധരിക്കുന്ന തരിപ്പെടുത്ത് പുറത്തേക്ക് വെക്കാനാണ് പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷമായി. എന്താ സംഭവം എന്നറിയാമോ? ഒരു ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പം ആ ആയത്ത് തന്റെ ജീവിതവുമായിട്ട് എന്തുമാത്രം ബന്ധപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ഭാഗം. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്നോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ തിരൂരിൽ ഒരു ഖുർആൻ ലേണിംഗ് സ്കൂളിലെ ക്ലാസ്സിൽ പോയി. നല്ലൊരു സദസ്സാണ്. ആ സദസ്സിൽ എന്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് സ്വാഗത പ്രഭാഷകൻ പറഞ്ഞു, മുഖ്യ അതിഥിയായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആ മുഖ്യ അതിഥിയായിട്ട് വരുന്ന ആള് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇൻസൈഡ് ഒക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അപ്പൊ ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ ഇങ്ങനെ കയറി വന്ന സന്ദർഭത്തിൽ ഞാൻ സംഘാടകരോട് ചോദിച്ചു, ഇദ്ദേഹം മുഖ്യ അതിഥിയാവാനുള്ള കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സംഘാടകർ പറഞ്ഞു അത് അദ്ദേഹം തന്നെ പറയും, എന്താണ് മുഖ്യാതിഥിയാവുന്ന കാരണം എന്താണ് അദ്ദേഹം തന്നെ പറയും. അപ്പൊ ഞാൻ എന്റെ പോക്ക്, എന്റെ സംസാരത്തിന് ശേഷം കുറച്ച് സമയം കൂടി ഞാൻ അവിടെ ഇരുന്നു. സത്യത്തിലുണ്ടല്ലോ, ഈ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ഖുർആൻ പഠിച്ചാലുണ്ടാകുന്ന മാറ്റം, ഞാൻ അങ്ങനെ പറയല്ല, നമ്മളൊക്കെ ഇങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മളൊക്കെ വീണ്ടും ഇങ്ങനെ പഠിച്ചവരാണെന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു തോന്നൽ വരുമോ എന്ന് എനിക്കറിയില്ല. സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർ ഖുർആൻ പഠിച്ചിട്ടുണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇദ്ദേഹം സംസാരം തുടങ്ങി ഫസ്റ്റിൽ ഇങ്ങനെയാണ്, ഹംദു സലാത്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് റഫി എന്ന് പറഞ്ഞ, നമ്മുടെ റാഫി എന്നൊക്കെ പറയും, മുഹമ്മദ് റഫി എന്ന് പറഞ്ഞ ഹിന്ദി ഗായകന്റെ ആരാധകനാണ്. ആരാധകൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നേരം ഞാൻ ദുബായിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ മുഹമ്മദ് റഫീന്റെ പാട്ടുകൾ മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ, വേറെ ഒന്നും ഞാൻ കേൾക്കൂല. മദ്രസയിൽ പഠിച്ചു, ആരാധനാ കർമ്മങ്ങളില്ല. എന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഫുള്ളി ഞാനിതിങ്ങനെ കേൾക്കുക, ഇത് മാത്രമേ കേൾക്കുള്ളൂ. സംസാരം തുടങ്ങി എങ്ങനെയാ, ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പാട്ടുകൾ കേട്ടതിനിടയ്ക്ക് എന്തോ ഒന്നിങ്ങനെ മാറ്റിയ സമയത്ത് അതിമനോഹരമായിരിക്കുന്ന ഒരു ഖുർആന്റെ പാരായണം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ എന്ന് പറഞ്ഞ് നൗഷാദ് കാക്കവയലിന്റെ ഖുർആൻ പരിഭാഷയാണ്, പാരായണാണ്. അങ്ങനെ 12ാമത്തെ ആയത്ത് തോന്നി അത്രേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഖ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന ആയത്തിന്റെ അർത്ഥത്തിയപ്പം അത് വെറുതെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ആവർത്തിച്ച് കേട്ടപ്പോൾ മുഹമ്മദ് റഫി എന്ന് പറഞ്ഞ അനശ്വര ഗായകൻ പാടുന്ന ഗംഭീര ഗാനത്തെക്കാൾ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ മാത്രം കെൽപ്പുള്ള വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ വചനങ്ങളാണെന്ന് എനിക്കത് ബോധ്യമായി.
ഞാൻ അവിടുന്ന് എൻ്റെ ഖുർആനിൻ്റെ ഒരു പഠനത്തിന് തുടക്കം കുറിച്ചു. അന്ന് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങി. കഥ പറയാൻ നേരല്ല, സംസാരിക്കുമ്പോൾ നേരല്ലാത്തതുകൊണ്ട് ഖുർആൻ പഠിച്ചു. നൗഷാദ് കാക്കവാലിന്റെ ഓൺലൈനിലെ ശിഷ്യനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ 2-3 സ്ഥലത്ത് ഗൾഫിൽ തന്നെ ആളുകൾക്ക് ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റഫീന്റെ പാട്ടില്ല, യാത്രയിൽ മുഴുവനും വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിന്റെ വചനങ്ങളാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ, നിങ്ങൾക്കത് എളുപ്പമാണ്. നിങ്ങൾ ആരെങ്കിലും ഉറ്റാലോചിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനുമായിട്ട് നമുക്ക് വല്ലാത്ത ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് അതെന്റെ ജീവിതത്തിൽ പകർത്തും. വളരെ തിരക്കുള്ള ഒരു കച്ചവടക്കാരൻ വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞ ആയത്ത് പിന്നിൽ നിന്ന് നോട്ട് എഴുതാതെ കേൾക്കുകയും അത്താജിറുൽ അമീൻ മഅസ്സുദ്ദീഖീന വശുഹദാ, സത്യസന്ധനായിരിക്കുന്ന കച്ചവടക്കാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന ഹദീസ് കൂടി കേട്ടപ്പം തന്റെ കച്ചവടത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു. യച്ചേരി പത്മിനി ടീച്ചർ ഒരിക്കൽ നമ്മുടെ ഖുർആൻ സംഗമത്തിന്, കണ്ണൂരിലെ സംഗമത്തിന് വേണ്ടി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു ആത്മാർത്ഥമായ ഒരു കാര്യം പറയട്ടെ. അവരെന്നോട് പറഞ്ഞു, ഈ തവണ എനിക്ക് 99 മാർക്കായി പോയി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം സംഘാടകരായിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ എത്ര നോക്കിയിട്ടും കാണുന്നില്ല. ടീച്ചർ അത്രയും ആത്മാർത്ഥമായിട്ട് വായിച്ചു നോക്കുവല്ലേ. അപ്പൊ അതിന്റെ സത്യാവസ്ഥ മനസ്സിലായെന്നറിയോ? ഒരു പേജ് ടീച്ചറിൽ മിസ്സായി പോയിട്ടുണ്ട്. ടീച്ചർ കോട്ടയത്തുള്ള ഹാരിസ് സ്വലാഹിയെ വിളിച്ചിട്ട് ആ പേജ് വരുത്തിച്ചു. അത് പേജ് വരുത്തി പിന്നെയാണ് ഒരു പരാതി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീച്ചർക്ക് കാണാത്ത ഉത്തരം അതിനകത്തുണ്ട്. ഈ ടീച്ചർ അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് നേരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് വരെ എന്നോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അവർ മുസ്ലിം ഒന്നുമല്ല. അവർ പറഞ്ഞത്, ഖുർആൻ വായിച്ചപ്പോൾ സ്ത്രീകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് എനിക്ക് ബോധ്യമായി. അതാണ് പറയുന്നത്. ഒരായത്ത് കേൾക്കുമ്പോൾ, വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലെ ഒരായത്ത് കേൾക്കുമ്പോൾ ഞാൻ അതിന് സാക്ഷിയായിട്ട് മാറാം. എൻ്റെ ജീവിതവുമായിട്ട് അതിനെന്തുമാത്രം ബന്ധമുണ്ട്. ഞാൻ 3-ാമത്തെ സൂറയിലെ 159 പറഞ്ഞു. എൻ്റെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമുണ്ട്? വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്ന ആയത്ത് കേൾക്കുമ്പോൾ, ആ ഒരു പരുന്ത് വരുന്ന സന്ദർഭത്തിൽ തള്ളക്കോഴി കുഞ്ഞിനെ സംരക്ഷിക്കുന്ന രൂപത്തിൽ എന്റെ പ്രിയപ്പെട്ട മാതാവിനെയും പിതാവിനെയും ചിറക് വിരുത്തിക്കൊണ്ട് ഞാൻ സംരക്ഷിക്കുമെന്ന ഖുർആനിന്റെ ആയത്ത് മിമ്പറിന്റെ മുകളിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ എന്റെ ജീവിതവുമായിട്ട് ഞാൻ അതിനെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുമെന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോഴാണ് ഷഹാദത്ത് പൂർണ്ണമാവുന്നത്. എന്റെ ജീവിതമായിട്ട്